കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ജെലിൻ ജോസഫിന്റെ സാക്ഷ്യം. മാതാവിനോട് ക്ഷമ പറഞ്ഞ് മുടങ്ങിപ്പോയ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചപ്പോൾ 9 ദിവസത്തിനുള്ളിൽ എന്റെ ജീവിതത്തിൽ നടന്നത്. ഞാൻ കുവൈറ്റിൽ 2.5 വർഷം ജോലി ചെയ്ത ശേഷം ലീവിന് നാട്ടിലെത്തി. തിരിച്ചു കുവൈറ്റിലേക്ക് പോകുന്നതിനു വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ കമ്പനി എന്നെ ടെർമിനേറ്റ് ചെയ്തതായി അറിഞ്ഞു. ഞാൻ കമ്പനിയിൽ HR ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ നിരന്തരം കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അവർ എന്റെ കോൾ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ നല്ല രീതിയിൽ ചെയ്തുവെങ്കിലും പിന്നെ മടിയായി. കൃപാസനം പത്രം കൊടുക്കാനൊക്കെ മടിയായിരുന്നു. വീണ്ടും പല ജോലികൾക്കും വേണ്ടി അന്വേഷിച്ചുവെങ്കിലും ഒന്നും ശരിയാകാതായി. ഞാൻ പരിശുദ്ധ അമ്മയോട് ക്ഷമ ചോദിച്ച് വീണ്ടും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി. ഒരു വിദേശ ജോലി ശരിയാക്കി തരുമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേരുകയും ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും ചെയ്തതിന്റെ ഫലമായി 9 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒമാനിൽ ജോലി ലഭിച്ചു.